പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ ചാപ്റ്ററാണ്. ഗണിതപ്രകാശ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 2 ചാപ്റ്റർ 4 ആണ്, അനദർ പീക്ക് ബിയോണ്ട് ദ പോയിന്റ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എ ക്വിക്ക് റീക്യാപ്പ് ഓഫ് ഡെസിമൽസ്. ഡെസിമൽസ് എന്താണ് എന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മൾ 6th പഠിച്ചതാണ്, പക്ഷേ നമുക്ക് എന്താണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമേ. അപ്പോൾ ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസിമൽസ് ആർ ദി നാച്ചുറൽ എക്സ്റ്റൻഷൻ ഓഫ് ദി ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം. ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൻ്റെ ഒരു നാച്ചുറൽ എക്സ്റ്റൻഷൻ ആണ് ഡെസിമൽസ് എന്ന് പറയുന്നത്. To represent decimal fractions and their sums. ഡെസിമൽ ഫ്രാക്ഷനെ അതിൻ്റെ സമ്മിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ഡെസിമൽസ് അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 27.53 refers to a quantity that has 2 tens. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ 27.53 എന്ന് ഒരിക്കലും റീഡ് ചെയ്യത്തില്ല കേട്ടോ. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പേഴ്സിനെ നമ്മൾ നമ്പറായിട്ട് തന്നെ റീഡ് ചെയ്യും. അതായത് 53 ഇങ്ങനെയാണ് റീഡ് ചെയ്യുക, 27.53. ഓക്കെ, ഇവിടെ 2-ൻ്റെ പ്ലേസ് എന്താണ്? ടെൻസിൻ്റെ പ്ലേസ് ആണ്. 7 വൺസിൻ്റെ പ്ലേസ് ആണ്. ഇനി 5 എന്ത് വരും? 5 എന്ന് പറയുന്നത് ടെൻസ് ആണ്. ടെൻസ് അല്ല, ടെൻസ്, TENTHS. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് റൈറ്റിലേക്ക് വരുമ്പോൾ എന്തില്ല? വൺസിൻ്റെ പ്ലേസ് ഇല്ല അല്ലേ? അതായത് ഇവിടെ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഇങ്ങനെയാണ് ലെഫ്റ്റിലേക്ക് പോകുന്നത്. റൈറ്റിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻസ്. ടെൻസ് എന്ന് വെച്ചാൽ 1/10. അടുത്തത് ഹൺഡ്രഡ്സ്, അതെന്ത് വരും? 1/100 ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ 5 ടെൻസ് ഉണ്ട്, 3 ഹൺഡ്രഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഫ്രാക്ഷൻ്റെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്, ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ലേൺ ഹൗ ടു പെർഫോം ദീസ് ഓപ്പറേഷൻസ് വിത്ത് ഡെസിമൽസ്. ഈ ഓപ്പറേഷൻസ് ഒക്കെ ഡെസിമൽസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ്, അതായത് ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ജൊനാലി ആൻഡ് പല്ലബി പ്ലേ എ ഗെയിം. ജൊനാലി സേസ് എ ഫ്രാക്ഷൻ ആൻഡ് പല്ലബി ഗീവ്സ് ദി ഈക്വലന്റ് ഡെസിമൽ. റൈറ്റ് പല്ലബീസ് ആൻസർ ഇൻ ദി ബ്ലാങ്ക് സ്പേസസ്. അപ്പോൾ ഇവിടെ ജൊനാലി എന്ത് ചെയ്യും? ഫ്രാക്ഷൻ പറയും, പല്ലബി അതിൻ്റെ ഈക്വലായിട്ടുള്ള ഡെസിമൽ എഴുതും. അപ്പോൾ ഈ ഒരു ബ്ലാങ്ക് സ്പേസസ് നമ്മളോട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. 3/10 എന്ന് പറയുന്നത് എന്താണ്? 0.3 ആണ്. അതായത് ഇത് ടെൻസിൻ്റെ പ്ലേസ് ആണ് അല്ലേ? 3/10 എന്ന് പറയുന്നത് എന്താ? 3 × 1/10 ആണ് 3/10. അപ്പോൾ 1/10 എന്ന് പറയുന്നത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഫസ്റ്റ് പ്ലേസ് ആണ്, അതുകൊണ്ട് 0.3 എന്ന് വരും. ഇനി 4/100 എന്ന് പറയുന്നത് എന്താ? 4 × 1/100 ആണ് 4/100. അപ്പോൾ ഇത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റിലേക്ക് വരുമ്പം സെക്കൻഡ് പ്ലേസ് ആണ് വരിക അല്ലേ? അപ്പോൾ 0.4 എവിടെ വരും? ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പ്ലേസിൽ വരും. അപ്പോൾ ഫസ്റ്റ് പ്ലേസിൽ ടെൻസിൻ്റെ പ്ലേസ് നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 0 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ പഠിപ്പിച്ചിരുന്നു. നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഡിനോമിനേറ്ററിൽ 1 കഴിഞ്ഞിട്ട് 2 0 ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4ൻ്റെ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് മാറി പോയിൻ്റ് ഇടും. അപ്പോൾ ഇവിടെ 4 കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്. സെക്കൻഡ് പ്ലേസിൽ നമുക്ക് എന്തില്ല? നമ്പറില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 0 ഇട്ട് കൊടുത്തിട്ട് പോയിൻ്റ് ഇടും. അങ്ങനെയാണ് 0.04 വന്നത് കേട്ടോ. അടുത്തത് 67/1000. അപ്പോൾ ഇവിടെ 1 കഴിഞ്ഞിട്ട് 3 zeros ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 പ്ലേസസ് ഇങ്ങോട്ട് മാറി പോയിൻ്റ് ഇടും. അപ്പോൾ 1 2 3, തേർഡ് പ്ലേസിൽ ഡിജിറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞൊരു 0 ഇട്ട് കൊടുത്തിട്ടാണ് ബാക്കിയുള്ളത് എഴുതുക. അപ്പോൾ 0.067. ഇനി അടുത്തത് ഇവിടെ 2 zeros ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 1 2 എന്ത് വരും? 4.4
0.57 എന്ന് വരും. അടുത്ത ഇവിടെ 2 zeros ആണ്. അപ്പോൾ 1 2 എന്ത് വരും? 0.71. ഇവിടെയും 2 0 ആണ്. അപ്പോൾ 1 2 0.43. ഇവിടെയും 2 0 ആണ്. അപ്പോൾ 1 2 സെക്കൻഡ് പ്ലേസിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ടിട്ട് നമ്മൾ 9 എഴുതും. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എളുപ്പം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 67/1000 ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസും ഉണ്ട്, തൗസൻഡ്സിൻ്റെ പ്ലേസും ഉണ്ട് അല്ലേ? ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തെഴുതാം? 60/1000 പ്ലസ് 7/1000 എന്ന് എഴുതാം. ഇതിൻ്റെ ഈ ഒരു സീറോയും ഈ ഒരു സീറോയും കട്ട് ചെയ്താൽ കണ്ടോ? 6/100 പ്ലസ് 7/1000 എന്ന് വരും. ഇപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസും തൗസൻഡ്സിൻ്റെ പ്ലേസും വന്നു. അപ്പോൾ എന്ത് വരും? 0.10ൻ്റെ പ്ലേസ് ഇല്ല, അതുകൊണ്ട് അവിടെ 0 കൊടുക്കും. ഇത് 6, ഇത് 7. അപ്പോൾ 0.067 എന്ന് വരും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. അത് വരാതിരിക്കാൻ ഈസി മെത്തേഡാണ് ഇതാ ഞാനിവിടെ പറഞ്ഞത്. ഡിനോമിനേറ്ററിൽ 1 കഴിഞ്ഞിട്ട് എത്ര 0 ഉണ്ടോ അതനുസരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പ്ലേസസ് മൂവ് ചെയ്ത് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഈസി ആയിട്ട് ചെയ്യാം. അതിന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ആ മെത്തേഡ് കേട്ടോ. ഇനി നോക്കിയാൽ ജൊനാലി ഗോസ് ടു ദ മാർക്കറ്റ് ടു ബൈ സ്പൈസസ്. ഷീ പർച്ചേസ് 50 gram ഓഫ് cinnamon, 100 gram of cumin seeds, 25 gram of cardamom and 250 gram of pepper. Express each of the quantities in kilograms by writing them in terms of fraction as well as decimals. അപ്പോൾ ഈ ഓരോന്നിനെ നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യണം. എന്നിട്ട് ആ ടേമിനെ ഫ്രാക്ഷനിലും അതുപോലെ ഡെസിമൽസിലും നമ്മൾ എഴുതണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 1000 gram ആണെന്ത്? 1 kilogram എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 gram എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000 gram 1 kilogram ആണെങ്കിൽ 1 gram എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/1000 kilogram ആയിരിക്കും അല്ലേ? 1/1000 kilogram ആയിരിക്കും. അപ്പോൾ ഇവിടെ സിനമൺ എത്രയാണ്? 50 gram ആണ്. അതിലെ നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ സിനമണിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? സിനമൺ എത്രയായിരുന്നു? 50 gram ആയിരുന്നു. അതിനെ കിലോഗ്രാമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ 1 kilogram എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ് എന്ന് നമ്മൾ നോക്കും. എത്രയാണ്? 1000 gram ആണല്ലേ? അപ്പോൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 gram എന്ന് പറയുന്നത് 1/1000 kilogram ആണ്. 50/1000 ചെയ്യും. ഓക്കെ, ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇതെന്തായി? ഗ്രാമിനെ കിലോഗ്രാമിലാക്കി. അപ്പോൾ ഗ്രാം എന്ന് പറയുന്നത് സ്മോളും കിലോഗ്രാം എന്ന് പറയുന്നത് ബിഗുമാണ്. അപ്പോൾ സ്മോളിൽ നിന്ന് ബിഗിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഡിവിഷൻ ആയിരിക്കും ചെയ്യുക കേട്ടോ. ഇനി കിലോഗ്രാമിനെ ഗ്രാം ആക്കുമ്പോഴോ ബിഗിൽ നിന്ന് സ്മോളിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അതായത് 50 × 1000 ചെയ്യും. കിലോഗ്രാമിനെ ഗ്രാമിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ ഗ്രാമിൽ നിന്ന് കിലോഗ്രാമിലോട്ടാണ്. അപ്പോൾ സ്മോൾ ടു ബിഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഡിവിഷൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ എന്ത് വരും? 50/1000 kilogram. ഇത് നമ്മൾ 0 നമ്മൾ ക്യാൻസലാക്കി കഴിഞ്ഞാൽ 5/100 kilogram എന്ന് വരും. ഇപ്പോൾ നമ്മൾ എന്തിലൊക്കെ എഴുതണം? ഫ്രാക്ഷനിലും എഴുതണം, ഡെസിമലിലും എഴുതണം. ഫ്രാക്ഷനിൽ നമ്മൾ എഴുതി 5/100 kilograms. ഇനി ഡെസിമലിൽ എഴുതുമ്പോൾ ഇത് എന്ത് വരും? ഇവിടെ 2 0 ആണ്. അപ്പോൾ 2 പ്ലേസസ് ഇങ്ങോട്ട് മൂവ് ആകും. അപ്പോൾ എന്ത് കിട്ടും? 0.05 kilogram എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ ഡെസിമലിലും ഇതിനെ എക്സ്പ്രസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത എന്തായിരുന്നു? ക്യുമിൻ സീഡ്. ക്യുമിൻ സീഡ് എത്രയായിരുന്നു? 100 gram. അപ്പോൾ ഇതിനെ നമുക്ക് കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 100/1000. അപ്പോൾ ഇവിടെ നമുക്ക് 2 zeros ക്യാൻസൽ ചെയ്യാം.
ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 1/10 കിലോഗ്രാം. അപ്പോൾ നമ്മൾ ഫ്രാക്ഷനിൽ എഴുതി. ഇനി ഡെസിമലിൽ എഴുതണമെങ്കിൽ ഇത് എന്ത് വരും? ഇവിടെ ഒരു സീറോയേ ഉള്ളൂ, അതുകൊണ്ട് ഡെസിമൽ പോയിൻ്റ് ഇങ്ങോട്ട് വരും. 0.1 കിലോഗ്രാം. ഇനി അടുത്തത് ക്യുമിൻ സീഡ് കഴിഞ്ഞു. ഇനി അടുത്തത് കാർഡമം. കാർഡമം എത്രയായിരുന്നു? 25 ഗ്രാം. അപ്പോൾ 25നെ നമ്മൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 25/1000 കിലോഗ്രാംസ് ആയി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഡെസിമലിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 3 സീറോസ് ഉണ്ട്. അപ്പോൾ 1, 2, 3. അപ്പോൾ തേർഡ് പ്ലേസിലില്ലാത്തത് കൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുത്തിട്ട് 25 എഴുതുന്നു. നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇതാ ഇവിടെ വരും, 0.025 കിലോഗ്രാം. ഇനി അടുത്ത എന്താണ്? കാർഡമം കഴിഞ്ഞു. ഇനി അടുത്തത് പെപ്പർ. പെപ്പർ 250 ഗ്രാംസ്. ഇതിനെ നമ്മൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 250/1000. ഇവിടെ ഒരു സീറോയും ഒരു സീറോയും ക്യാൻസൽ ആവും. ബാക്കി 25/100 കിലോഗ്രാംസ്. ഇതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡെസിമലിൽ എഴുതുമ്പോൾ എന്ത് വരും? 2 സീറോ ആയതുകൊണ്ട് 2 പ്ലേസസ് മൂവായി 0.25 കിലോഗ്രാം എന്ന് വരും. ഇങ്ങനെയാണ് ഡെസിമൽസിലും ഫ്രാക്ഷനിലും എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉണ്ടോ, 1 കഴിഞ്ഞിട്ട് എത്ര സീറോ ഉണ്ടോ അത്രയും പ്ലേസസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവായി പോയിൻ്റ് ഇടുക. ഇനി നോക്കിയാൽ റൈറ്റ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ആസ് എ സം ഓഫ് ഫ്രാക്ഷൻ ആൻഡ് ഓൾസോ ആസ് ഡെസിമൽസ്. ഇനി തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെ എന്ത് ചെയ്യണം? സം ഓഫ് ഫ്രാക്ഷൻസും സം ഓഫ് ഡെസിമൽസുമായിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം നമുക്കിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 254/1000. ഈ 254നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെ ചെയ്യാം? 254. അപ്പോൾ 200/1000 പ്ലസ് 50/1000 പ്ലസ് 4/1000. ഇവിടുത്തെ ഈ 2 സീറോയും ഈ 2 സീറോയും ക്യാൻസലായിട്ട് 2/10. ഈ ഒരു സീറോയും ഈ ഒരു സീറോയും ക്യാൻസലായി 5/100, 4/1000. 2/10 എന്ന് പറയുന്നത് 0.2. 5/100 എന്ന് പറയുന്നത് 0.05. 4/1000 എന്ന് പറയുന്നത് 0.004. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0.254 എന്ന് കിട്ടും. അതേപോലെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓരോന്നും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 847 അല്ലേ? അപ്പോൾ 800 എത്രയാണ്? 10,000 ആണ് അല്ലേ? 10,000. അടുത്തത് 40/10,000. അടുത്തത് 7/10,000. ഇവിടെ ഈ 2 സീറോയും ഈ 2 സീറോയും ക്യാൻസലായിട്ട് 8/100 പ്ലസ് ഈ ഒരു സീറോയും ഈ ഒരു സീറോയും ക്യാൻസലാവും 4/1000 പ്ലസ് 7/10,000. ഇനി നമുക്കിതിനെ ഡെസിമൽ പോയിൻ്റ് ഇട്ട് എങ്ങനെ എഴുതാം? 8/100 എന്ന് പറയുമ്പോൾ 2 സീറോ ഉണ്ട്. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് മൂവ് ആകും. അപ്പോൾ 0.08 പ്ലസ് ഇതെന്താവും? 3 പ്ലേസസ് മൂവ് ആകും. അപ്പോൾ ഇവിടെ 1 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ 2 സീറോ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ 0.004 എന്ന് വരും. പ്ലസ് അടുത്തത് ഇവിടെ 4 സീറോസ് ഉണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ എത്ര സീറോയും കൂടി ഇട്ട് കൊടുക്കണം? 3 സീറോയും കൂടെ ഇട്ട് കൊടുക്കണം. 0.007. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എങ്ങനെ ആഡ് ചെയ്യാം? നോക്കിയാൽ 0.0007. അടുത്തത് 0.004. അടുത്തത് 0.08. എപ്പോഴും നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വരും 748.0. 0.0847 എന്ന് കിട്ടി. ഇനി അടുത്തത് 173/100. ഇതിനെ എങ്ങനെ എഴുതാം? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 100/100 പ്ലസ് 70/100 പ്ലസ് 3/100.
ഇവിടെ ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും ക്യാൻസലായിട്ട് 1 പ്ലസ് ഈ ഒരു സീറോയും ഈ ഒരു സീറോയും ക്യാൻസലായിട്ട് 7/10 പ്ലസ് 3/100 എന്ത് വരും 1 പ്ലസ് 7/10 ഈസ് 0.7 പ്ലസ് ഇവിടെ എന്ത് വരും 2 ഡിജിറ്റ് മൂവ് ആകണം. അപ്പോൾ ഒരു ഡിജിറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഒരെണ്ണം നമ്മൾ 0 ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 1.1നെ നമുക്ക് 1.00 എന്ന് എഴുതാം. അടുത്തത് 0.7, അടുത്തത് 0.03. അപ്പോൾ 37.1 എന്ത് കിട്ടി 1.73 എന്ന് കിട്ടി. അടുത്തത് 23/1000. അപ്പോൾ എങ്ങനെ എഴുതാം 20/1000 പ്ലസ് 3/1000. ഇവിടെ ഈ സീറോയും ഈ സീറോയും ക്യാൻസലായിട്ട് ബാക്കി 2/100 പ്ലസ് 3/1000. 2/100 എന്ത് വരും ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ, ഒന്നുകൂടെ വേണം, അതുകൊണ്ട് 0.02 പ്ലസ് ഇവിടെ 3 സീറോസ് ഉണ്ട്, പക്ഷേ നമുക്ക് മുകളിൽ ഒരു ഡിജിറ്റേ ഉള്ളൂ, അപ്പോൾ നമ്മൾ 2 സീറോയും കൂടെ ഇട്ട് കൊടുക്കുന്നു. 0.003 എന്ന് വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ 0.003 പ്ലസ് 0.02 320.0 എന്ത് വരും 0.023 എന്ന് വരും. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം സം ഓഫ് 1/10s 100s 1000s ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെസിമൽ നമ്പർ എഴുതുക. ഡെസിമൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇതേപോലെ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. പ്ലേസസ് നോക്കി എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. Can you give a simple rule to divide any number by a number of the form 1 followed by zeros? അതായത് നമുക്കൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു സിമ്പിൾ റൂൾ നമ്മൾക്ക് നൽകാനായിട്ട് കഴിയുമോ? ഏതൊക്കെ നമ്പർ കൊണ്ടാണ് 10, 100, 1000 എക്സെട്ര. അതായത് 1ഉം ഫോളോവേഡ് ബൈ സീറോസ് എന്ന് പറയുന്നത് 10, 100, 1000 ഇങ്ങനെയുള്ള നമ്പേഴ്സ് കൊണ്ട് നമ്മളൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നതിന് നമുക്കൊരു സിമ്പിൾ റൂൾ നൽകാനായിട്ട് കഴിയുമോ? ആ റൂൾ വെച്ചാണ് നിങ്ങളെ ഞാൻ ഇത്രയും നേരം പഠിപ്പിച്ചത് കേട്ടോ. അതായത് 123/10 എങ്ങനെയാണ് ഈ 10ന് എത്ര സീറോ ഉണ്ടോ അത്രയും പ്ലേസസ് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ആകും. ആ റൂളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിയേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയേ, റൈറ്റ് ദ ഡിവിഡൻഡ് ആസ് ഇറ്റ് ഈസ് ആൻഡ് പ്ലേസ് ദ ഡെസിമൽ പോയിന്റ് അറ്റ് ദി എൻഡ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താ 123 ആണ് ഡിവിഡൻഡ്, 10 ഈസ് ദി ഡിവൈസർ. ഓക്കെ, അപ്പോൾ 123 നമ്മൾ അതുപോലെ തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു എൻഡിൽ നമ്മൾ ഡെസിമൽ പോയിന്റ് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ കൗണ്ട് ദ നമ്പർ ഓഫ് സീറോസ് ഇൻ ദ ഡിവൈസർ. ഡിവൈസറിന് എത്ര സീറോ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. എത്ര സീറോ ഉണ്ട്? ഒരു സീറോയേ ഉള്ളൂ. മൂവ് ദ ഡെസിമൽ പോയിന്റ് ഫ്രം സ്റ്റെപ്പ് 1 ലെഫ്റ്റ് ബൈ ദി സെയിം നമ്പർ ഓഫ് പ്ലേസസ് ആസ് കൗണ്ട് ഫ്രം സ്റ്റെപ്പ് 2 ആഡ് സീറോ ഇൻ ഫ്രണ്ട് ഇഫ് നീഡഡ്. അപ്പോൾ നോക്കിയാൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റെപ്പ് 2വിൽ എത്ര പ്ലേസസ് സീറോ കൗണ്ട് ചെയ്തോ അത്രയും നമ്മൾ ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞേ, മൂവ് ചെയ്യാനാണ് പറഞ്ഞതല്ലേ. അപ്പോൾ ഇവിടെ ഒരു സീറോയാണ് നമ്മൾ കൗണ്ട് ചെയ്തത്. അപ്പോൾ ഈ ഡെസിമൽ പോയിൻ്റ് എങ്ങോട്ട് മൂവ് ആകും, ലെഫ്റ്റിലോട്ട് ഒരു പ്ലേസ് മൂവ് ആകും. അപ്പോൾ എന്ത് വരും 12.3 എന്ന് വരും. ഇതാ കണ്ടോ 12.3 എന്ന് വരും. ഇനി നമുക്കിവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. 24/100. അപ്പോൾ ഇവിടെ ഡിവൈസറായ 100ന് 2 സീറോസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡെസിമൽ പോയിൻ്റ് 2 പ്ലേസസ് ഇങ്ങോട്ട് മൂവായി 0.24 എന്നാവും. ഇനി ഇതാ ഇവിടെ ഡിവൈസറിന് 3 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെ നിന്ന് 3 പ്ലേസസ് ഇങ്ങോട്ട് മൂവ് ആകും. അപ്പോൾ 0.678 എന്നാവും. ഇവിടെ ഇവിടെ 3 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെ നിന്ന് 3 പ്ലേസസ് മൂവ് ആകും. പക്ഷേ ഇവിടെ നമുക്ക് 2 പ്ലേസസേ ഉള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം നമ്മൾ എക്സ്ട്രാ സീറോ ആഡ് ചെയ്യും. അപ്പോൾ 0.012 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 3 സീറോസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് 3 പ്ലേസസ് മൂവ് ആകും, ഇങ്ങോട്ട് മൂവ് ആകും. അപ്പോൾ 12.345 എന്ന് വരും. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം,
ഡിവിഷൻ ചെയ്യാം. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.